ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡാണ്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ മീൻ, മീഡിയൻ പറഞ്ഞു, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ പറഞ്ഞു. ഇനി നമുക്കുള്ളത് മോഡും പാർട്ടീഷ്യൻ വാല്യൂസും കൂടെയാണ്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസിയിലെ ലാസ്റ്റ് വണ്ണാണ് മോഡ്. Mode is that value of the random variable which occur maximum number of times in a set of observations. അതായത് നമുക്ക് കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ തവണ ഏതാണ് നമ്പറാണോ വരുന്നത് അതാണ് നമ്മുടെ മോഡ് എന്ന് പറയാം. ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, മോഡ് ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഹാവിങ് ദ മാക്സിമം ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് വെച്ചാൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണോ അതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. Then for continuous frequency distribution, mode z is equal to L plus delta 1 by delta 1 plus delta 2 into C. ഇവിടെ L എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ എന്താണ് മോഡൽ ക്ലാസ്? ഏറ്റവും ഹൈ ഫ്രീക്വൻസി വരുന്ന ക്ലാസ്, ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏത് ക്ലാസ്സിനാണോ ആ ക്ലാസ് ആണ് മോഡൽ ക്ലാസ്. അപ്പോൾ ആ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ് L. ദെൻ ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രീ മോഡൽ ക്ലാസ്. ഡെൽറ്റ 1 എന്ന് പറയുന്നത് നമ്മളെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിന്ന് അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക, ആ കിട്ടുന്നതാണ് ഡെൽറ്റ 1. ദെൻ ഡെൽറ്റ 2 എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആൻഡ് ദാറ്റ് ഓഫ് ദ പോസ്റ്റ് മോഡൽ ക്ലാസ്. അതായത് മോഡൽ ക്ലാസ് ഏതാണോ അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്, അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡെൽറ്റ 2. അപ്പോൾ അവിടെ ഡെൽറ്റ 2 എങ്ങനെ ചെയ്യുക? മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതുപോലെ ഡെൽറ്റ 1 മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. സി എന്ന് പറയുന്നത് മീഡിയനിലെ പോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലാണ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റോ ഡാറ്റയുടെ കേസാണിത്. ഡിറ്റർമിൻ ദ മോഡ് ഓഫ് 9, 11, 10, 12, 13, 15, 15, 16, 18, 20, 21. അപ്പോൾ നോക്കുക, ഓരോ ഒബ്സർവേഷനും റിപ്പീറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. 9 ഒരു പ്രാവശ്യമേ ഉള്ളൂ അല്ലേ, 9 വേറെ വരുന്നില്ല, അപ്പം 9 ഒരു പ്രാവശ്യമേ ഉള്ളൂ. ദെൻ 11 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 10 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 12 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 13 ഒരു പ്രാവശ്യമേ ഉള്ളൂ, 15 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 16 ഒന്നുള്ളൂ, 18 ഒന്നുള്ളൂ, 20 ഒന്നുള്ളൂ, 21 ഒന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാ ഉള്ളത്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് 15 ആണ്. അപ്പോൾ 15 ആണ് നമ്മുടെ ഈ കേസിലെ മോഡ്. അപ്പോൾ മോഡ് ഇസ് ഈക്വൽ ടു 15. ഈ കേസിൽ 15 ആണ് മോഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ മോഡ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ 420, 395, 342, 444, 551, 395, 425, 417, 395, 401, 390. അപ്പോൾ ഇതിൽ നോക്കുക ഏത് വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് 395 ആണ്. 395 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 395 ആണ്. ദെൻ നെക്സ്റ്റ്, ഇനി ഫ്രീക്വൻസി വരുന്ന ഡാറ്റ. ഡിറ്റർമിൻ ദ മോഡ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ മോഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡാറ്റയിൽ എന്തായിരുന്നു നമ്മുടെ മോഡ്? ഏറ്റവും കൂടുതൽ തവണ
ഏറ്റവും ഹൈ ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് മോഡ്. അപ്പോൾ ഏറ്റവും ഹൈ ഫ്രീക്വൻസി അതിനായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഏതാ? ഇവിടെ 20 ഹൈ ഫ്രീക്വൻസി. അപ്പോൾ 20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ, അതായത് 15 നമ്മളുടെ മോഡ് വരിക. ഓക്കെ, ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഉള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ, അതായത് മോഡ് എന്ന് പറയുന്നത് 15 ഓക്കെ. ഇനി അടുത്ത് ക്ലാസ്സും ഫ്രീക്വൻസിയും വരുന്ന കേസ്. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും വരുന്ന കേസിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ക്ലാസ് എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ്, അതായത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇവിടെ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 ആണ്. കണ്ടിന്യൂസ് ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ ഈ കേസിൽ, ഈ പ്രോബ്ലത്തിൽ കണ്ടിന്യൂസ് ആണ്. ദെൻ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്ന് പറയുന്നത് z is equal to L plus delta 1 divided by delta 1 plus delta 2 into C ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിന് ആദ്യം നമുക്ക് മോഡൽ ക്ലാസ് വേണം. അപ്പോൾ മോഡൽ ക്ലാസ് ഏതാ? ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഉള്ള ക്ലാസ്. ഇവിടെ ഹൈ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് നോക്കുക. 5, 15, 14, 32, 28 ആണ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഏറ്റവും ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 20 to 30 എന്ന് പറയുന്ന ക്ലാസ് ആണ് നമ്മുടെ മോഡൽ ക്ലാസ്. ഓക്കെ, ഇതാണ് മോഡൽ ക്ലാസ് വരുന്നത്. ദെൻ അതിൽ നിന്ന് നമുക്ക് L കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ L എന്താ? ലോവർ ലിമിറ്റ് 20 ആണ്. ദെൻ ഡെൽറ്റ 1 എന്തായിരിക്കും? ഡെൽറ്റ 1 എന്ന് പറയുന്നത് മോഡൽ ക്ലാസിൻ്റെയും പ്രീ മോഡൽ ക്ലാസിൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് 40 മൈനസ് ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് ആണ് 15 വരും. ദെൻ ഡെൽറ്റ 2 എന്ന് പറയുന്നത്, ഡെൽറ്റ 2 എന്താണ്? അതിൻ്റെ തൊട്ട് പോസ്റ്റ് മോഡൽ ക്ലാസ്സും തമ്മിലുള്ള ഫ്രീക്വൻസീസിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് 40 മൈനസ് 32. ഓക്കെ, 40 മൈനസ് 32. അപ്പോൾ ആ രണ്ട് കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മൾ ഡെൽറ്റ 1, ഡെൽറ്റ 2. ഇനി സി എന്താ? സി എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഇൻ്റർവെലാണ്. ഇവിടെ എല്ലാ ക്ലാസ്സിനും 10 ഇൻ്റർവെൽ അല്ലേ? 10 വാല്യൂസ് ആണ് ഒരു ക്ലാസ്സിലുള്ളത്. അപ്പോൾ 10 ഇൻ്റർവെൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ബാക്കി ചെയ്യാലോ. Then L is equal to 20, C is equal to 10, delta 1 is equal to 25, delta 2 is equal to 8, Z is equal to L plus delta 1 by delta 1 plus delta 2 into C യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 plus 25 by 25 plus 8 into 10 കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 27.58 കിട്ടും. അപ്പോൾ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 27.58 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈ കേസിൽ നമ്മുടെ മോഡ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മുടെ ക്ലാസ് ഇവിടെ നോക്കുക, ഇൻക്ലൂസീവ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല കിടക്കുന്നത് ക്ലാസ്. 0 to 9 അടുത്തത് 10 to 19 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ആക്ച്വൽ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ചെയ്യാൻ. എന്നിട്ട് ചെയ്ത് നോക്കുക. ദെൻ മെറിറ്റ്സ് ഓഫ് മോഡ്, മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മെറിറ്റ്സ്, മോഡ് ഈസ് നോട്ട് അൺഡ്യൂലി എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഐറ്റം. എക്സ്ട്രീം ആയിട്ട് വരുന്ന വാല്യൂസ് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആകെ ആ മോഡൽ ക്ലാസ്സിൽ വരുന്ന വാല്യൂസ് ആണ്. അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മിക്കവാറും അതിൽ വരില്ല. മാക്സിമം ഫ്രീക്വൻസി വരുന്ന ആ ഒരു ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടിപ്പിക്കൽ ഓർ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി ഡെൻസിറ്റി. ഒരു ടിപ്പിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണല്ലോ, കാരണം നമ്മളൊരു പർട്ടിക്കുലർ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത് ഹൈ ഫ്രീക്വൻസി ഉള്ളത്. ദെൻ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ എൻഡഡ് ഡാറ്റ. ഓപ്പൺ എൻഡ് ഡാറ്റയ്ക്കും
കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പീക്ക് ഓഫ് ദ ഫ്രീക്വൻസി കർവ്. എങ്ങനെയാണ് ഗ്രാഫിക്കൽ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസിയുടെ f(x)ൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിൽ ഏറ്റവും ഹൈ പോയിന്റ്, ഹൈയിൽ നിൽക്കുന്ന കർവ് പീക്ക് ഏതാണോ അതിന് നേരെ വരുന്ന എക്സ് വാല്യൂ ആയിരിക്കും മോഡായിട്ടുണ്ടാവുക. Then sixth, it can be found for qualities also. The quality which is observed more often than any other quality is the model quality. ക്വാളിറ്റീസിന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റീസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും കൂടിയാണ് മോഡ്. Then demerits, it is not rigidly defined. റിജിഡായിട്ട് ഡിഫൈൻഡ് അല്ല. ഏത് ഇതിനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ ഐറ്റംസ്. എല്ലാ ഐറ്റംസിനും ബേസ് ചെയ്യുന്നില്ല. അത് ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. മോഡൽ ക്ലാസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പൊസിഷണൽ ആവറേജ്. പൊസിഷണൽ ആവറേജ് ആണ്, പൊസിഷണൽ വാല്യൂ ആണ്. ഇറ്റ് കനോട്ട് ബി ഓൾജിബ്രൈക്കലി മാനിപ്പുലേറ്റഡ്. കൂടുതലായിട്ട് അധികം മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിനൊന്നും അത് ഉപയോഗിക്കാൻ കഴിയില്ല. അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് അത്രയും വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മെനി എ ടൈം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. സംടൈംസ് ഗ്രൂപ്പിംഗ് ടേബിൾ ആൻഡ് ഫ്രീക്വൻസി അനാലിസിസ് ടേബിൾ ആർ ടു ബി ഫൗണ്ട്. ഡാറ്റ ഡിഫിക്കൽട്ട് ആവുന്നതനുസരിച്ച് അതും ഡിഫിക്കൽട്ട് ആവും. ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിനേക്കാളും സ്റ്റെബിലിറ്റി കുറവാണ്. അൺലൈക്ക് അതർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇറ്റ് മെ നോട്ട് എക്സിസ്റ്റ് ഫോർ സം ഡാറ്റ. സംടൈംസ് there may be 2 or more modes and so it is said to be ill defined. അതായത് നമുക്കറിയാം ചിലപ്പോൾ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ ഒരേപോലെ ഹൈ ഫ്രീക്വൻസി വരുന്ന 2-3 വാല്യൂസ് ഒക്കെ വന്നാൽ നമ്മുടെ മൂഡും 2-3 ഒക്കെ ഉണ്ടാവും. ചില ഡാറ്റയ്ക്ക് മൂഡ് എക്സിസ്റ്റ് ചെയ്യുന്നതും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് വെരി ലിമിറ്റഡ് യൂസ്. മോഡൽ വെയ്റ്റ്, മോഡൽ സൈസ് ഓഫ് ഷൂ, മോഡൽ സൈസ് ഓഫ് ഫാമിലി എക്സെട്ര are determined. Consumer preference are also dealt with. ലിമിറ്റഡ് യൂസ് ആണ്. ആ യൂസസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.